ഞാൻ ആരോടിതെല്ലാം പറയും. പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ മനമുഴലുമ്പോ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 45 സങ്കീർത്തനം അതിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. ആമേൻ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ആമേ സ്തോത്രം. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. ആമേൻ. ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. അതേ ദൈവമക്കളെ, ഈ തിരുവചനം നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വചനം ഇരുവാഴ്ത്തല മൂർച്ചയുള്ള വാളാണ്. അത് പറയുന്നവരെയും കുത്തും, കേൾക്കുന്നവരെയും കുത്തും. ആമേ സ്തോത്രം. ഈ വചനം അസ്ഥി മജ്ജകളിലൂടെ കടന്നു പോകുന്ന വചനമാണ് ദൈവമക്കളെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വചനം, ജീവിക്കുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം. ഹല്ലേലൂയ. ഈ വചനഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ അതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ മുൻപോട്ട് പോകുന്ന നമുക്ക്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം മാത്രമാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം. ഈ വചനം മാത്രമാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനം കേൾക്കുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. വചനം അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം കർത്താവെ, അത് ശ്രവിക്കുന്ന എല്ലാ കാതുകളും എൻ്റെ കർത്താവെ ഹൃദയവും ഏറ്റവും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നല്ലപ്പ. അതേ കർത്താവെ, ഞങ്ങൾക്ക് ഈ ആരാധന മാത്രമാണ് ഒരാശ്വാസം കർത്താവെ. സമാധാനവും സന്തോഷവും തിരുവചനത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് തരുന്നതോർത്ത് സ്തോത്രം. പോകേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഉപദേശം, ഹല്ലേലൂയ. അസ്ഥി മജ്ജകളെ തുളച്ച് ചെല്ലുന്ന തിരുവചനം. ആമേൻ. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കുന്ന തിരുവചനം, പാവികളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതായ തിരുവചനം. കർത്താവെ, ഈ വചനഭാഗങ്ങളൊക്കെ കേൾക്കാനും എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും അത്ഭുതവും അതിശയമായി വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം നിൻ്റെ മക്കളോട് കൂടെ ഉണ്ടല്ലോ. യഹോവ ഞങ്ങൾക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് പറയുവാൻ തക്കവണ്ണം കർത്താവെ എല്ലാവരും സഹായിക്കണമേ. ഏറെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ വളരെ ഞെരുക്കത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേ സ്തോത്രം. തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കേൾക്കുന്ന വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി തീർക്കണമേ. കർത്താവെ, തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ബന്ധനങ്ങളെയും കെട്ടുകളെയും കർത്താവ് അഴിച്ചു മാറ്റി രോഗികളെ സൗഖ്യമാക്കി സമാധാന സന്തോഷം കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.